ആറന്മുള എന്ന അമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അതല്ലെങ്കിൽ അമ്മമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോളാണ് രാധിക. രാധികയെ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് സിനിമാ വേദിയിലുള്ള ഒരാൾക്കാണ് കല്യാണം കഴിച്ച് കിട്ടാൻ ഭാഗ്യമുണ്ടായത്. ഞങ്ങളുടെ എല്ലാം സുഹൃത്തായ സുരേഷ് ഗോപി. അമ്മയുടെ പ്രിയപ്പെട്ട ആ 2 മക്കളെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കുകയാണ്. സമാഗമം എന്ന് പറയുന്ന ഈ പരിപാടി തുടങ്ങിയിട്ടിപ്പോൾ 10-30 എപ്പിസോഡോളം കഴിഞ്ഞു. തുടക്കം തൊട്ടേ ഞാൻ വിളിക്കുന്നതാണ് സുരേഷിനെ, ഇതിന് വരണം, ഈ പ്രോഗ്രാമിന് വരണം. അപ്പോഴൊക്കെ പറയില്ല എനിക്ക് ഭയങ്കര ചമ്മലാണ്, ഞാൻ അങ്ങനെ വന്നിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണെന്ന് പറഞ്ഞ് സുരേഷ് എപ്പോഴും ഇങ്ങനെ ഒഴിയും. പക്ഷെ ഇന്ന് ഇത് അമ്മമ്മയുടെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. അല്ല, എനിക്ക് പരിപാടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ആ ഒരു സിഗ്നേച്ചർ മ്യൂസിക്കും ഈ സെറ്റിൻ്റെ ഒരു ആംബിയൻസ് ഒരു ഭയങ്കര കണ്ണിനും സുഖം. പിന്നെ ഇതിൻ്റെ ഒരു പൊരുൾ, ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മനസ്സിനും സുഖം തരുന്നതാണ്. അതുപോലെയാണ് ഇത് കാണുന്ന ആളുകൾക്ക്. നിങ്ങളൊക്കെ വന്നിരുന്നാലാണ് കണ്ണിനും സുഖവും മനസ്സിനും സുഖമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിളിക്കുന്നത്. ഒരുപാട് കാലം സ്ക്രീനിൽ ഒരാളെ അമ്മുമ്മയായി അല്ലെങ്കിൽ അമ്മയായൊക്കെ കണ്ടിട്ട് പിന്നെ ജീവിതത്തിലേക്ക് ആ അമ്മ കടന്നു വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ ആയിരിക്കും അല്ലേ? അതൊന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ലോകം മുഴുവൻ അല്ലെങ്കിൽ മലയാള സിനിമയെ അറിയുന്ന തലമുറകൾ ഇങ്ങനെ വിതറിക്കിടക്കുകയാണ്. അങ്ങനെ ആ തലമുറകൾ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെയോ അമ്മമ്മയുടെയോ കുടുംബത്തൊന്നും ഒരു പെണ്ണിനെ കിട്ടുന്നത് വഴി ഒരു ബന്ധുത്വം സ്ഥാപിച്ചെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ഇൻ ലൈഫ്. അതും തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ഒരു പ്രേമവിവാഹമായിരുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുരേഷിന്റെ പ്രേമം മുഴുവൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. കല്യാണം കഴിഞ്ഞിട്ടാണ് സുരേഷ് പ്രേമിച്ചു തുടങ്ങിയത്. അല്ല, എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ കള്ളനായി പോകും. പെട്ടെന്നാണ് തീരുമാനം. ജനുവരിയിൽ നിശ്ചയിക്കുന്നു, 17-ാം തീയതി ഗുരുവായൂർ, ഫെബ്രുവരി 8-ാം തീയതി കല്യാണം. നിശ്ചയം കഴിഞ്ഞ് വന്നാണ് ബാക്കി തീരുമാനങ്ങളൊക്കെ എങ്ങനെയോ നടന്നു. അപ്പൊ ആദ്യം ഈ സുരേഷിനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ തോന്നി എൻ്റെ കൊച്ചുമകൾക്ക് ആപ്റ്റാണ് ഈ ചെറുപ്പക്കാരൻ. കല്യാണത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് അമ്മയെ കണ്ടിട്ടില്ല? ഇങ്ങനെ അഭിനയിക്കുന്നു. പിന്നെ അച്ഛനെ അറിയാം, അച്ഛൻ എന്നെ അറിയാം. അച്ഛൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തിൽ, ഒരു ഡോക്ടറായിട്ടൊക്കെ. പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ എന്നെ അറിയാം, വീട്ടിൽ വന്നിട്ടൊക്കെ ഉണ്ട്. അതെ, പരിചയമുള്ളത് കൊണ്ട് അറിയാമെന്നല്ലാതെ. അപ്പോൾ അങ്ങേരും പറഞ്ഞു നിങ്ങൾക്ക് ചേരുന്ന ബന്ധമാണ്. പിന്നെ ഞാനും വിചാരിച്ചു അവനും അച്ഛനും മരിച്ചു കഴിഞ്ഞപ്പോഴേ പ്രായമായ കുട്ടി, എനിക്കാണ് ചുമതല, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നല്ല കയ്യിൽ ഏൽപ്പിച്ചാൽ അങ്ങനെ പോട്ടെ വിചാരിച്ചു. ഈ കല്യാണാലോചനയോടുകൂടി തന്നെയല്ലേ സുരേഷും രാധിക കണ്ടിട്ടുള്ളൂ? അതിന് മുമ്പ് കണ്ടിട്ടില്ല? തീർച്ചയായിട്ടും. ആദ്യം കാണുന്നത് ഒരു ഡിസംബർ 3-ാം തീയതി. നല്ല അന്തരീക്ഷമായിരുന്നു. മാനസികമായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഒരുങ്ങി വന്ന സമയമാണ്. ഒരുക്കം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കൊടൈക്കനാലിൽ നടക്കുന്നു. അത് കഴിഞ്ഞത് ചങ്ങനാശ്ശേരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ വന്ന സമയത്ത് ഒരുപാട് 100 കണക്കിന് സുന്ദരിമാരുടെ നടുവിൽ ഒരു 2-3 ദിവസം ഈ ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെൻറ്റ് ട്രീസാസിലെ എറണാകുളത്തെ സുന്ദരിമാരുമായിട്ടൊരു ദിവസം, പിന്നെ അത് കഴിഞ്ഞ് വിമല കോളേജിൽ തൃശ്ശൂർ. അപ്പോൾ ആ ഒരു വിലസലെല്ലാം കഴിഞ്ഞിട്ടാണ് രാധികയെ 3-ാം ദിവസവും 4-ാം ദിവസമാണ് ഞാൻ പെണ്ണ് കാണുന്നത് കൊച്ചിയിൽ വെച്ച്. അതല്ലേ? അപ്പോൾ ഇത്രയും ഒരു ശാന്ത സ്വഭാവമുള്ള വളരെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള രാധികയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ഇഷ്ടം തോന്നിയത്? രാധികയെ മാത്രം അങ്ങനെ ഞാൻ ശാന്തനല്ലേ? സിനിമയിൽ ഒരുപക്ഷെ എല്ലാവരും കൂടി എനിക്ക് ചാർത്തി തന്ന ഒരു നമ്മളെ സ്ക്രീനിലല്ലേ കാണുന്നല്ലേ എല്ലാവരും. ഞാൻ പറയാറുണ്ട് ഈ തടി കാണുന്നതേ ഉള്ളൂ പാവം, തടിയും പോയി. അല്ല, അത് നമ്മള് എന്താ പുറത്ത് ഓഡിയൻസിനോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഈ ഇങ്ങനെ കത്തിക്കേറി ഇവിടെ വന്ന് എന്തും ചെയ്യുന്ന ഒരു ധീരനായ നായകൻ ഇത്ര ഒരു പാവമാണെന്നൊന്നും നമ്മൾ ആളുകളോട് പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ല, ഞാനിപ്പോൾ അത് കുറേശ്ശെ ധരിപ്പിച്ച് തുടങ്ങണം. കാരണം എനിക്ക് 2 പെൺകുട്ടികളുണ്ടേ. അപ്പോൾ അതുങ്ങളെ കെട്ടിച്ചയക്കുന്ന ഒരു പ്രായമെത്തുമ്പോഴേക്കും ഒരു ഭീകരൻ്റെ മക്കളെയാണ് കല്യാണം കഴിക്കാൻ വരുന്നതെന്ന് അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൺകുട്ടികൾക്ക് ഭയപ്പെടാൻ ഇല്ല, അത് ഭയം ഉണ്ടാവില്ല, അവർക്കൊരു ധൈര്യമായിരിക്കും. ഇനി എന്തും ചെയ്യാലോ, നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഒരാളല്ലേ ഉള്ളതെന്നുള്ളൊരു ഭയവുമാകാം നല്ലതുമാകാം. ഇങ്ങനത്തെ ഒരാളെ കണ്ടപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ പെട്ടെന്ന്
ഭർത്താവായിട്ട് ഇയാളെ സ്വീകരിച്ചാൽ എന്തായിരിക്കും അങ്ങനെയൊക്കെ ഒരു ആവലാതിയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അമ്മൂമ്മയൊക്കെ തീരുമാനിച്ചു അത് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മൂമ്മ അത് നമുക്ക് ഇഷ്ടമില്ലെന്ന് പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമാണെന്നില്ല. അല്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കി. പക്ഷെ ആ പ്രയോഗം ഞാൻ അറിഞ്ഞിട്ടില്ല. പറഞ്ഞോളെ അതിപ്പോഴാണ് ഞാൻ അതിനൊരു സമാഗമം വേണ്ടി അറിയാൻ പിറ്റേ ദിവസം ആ പ്രയോഗം ഇഷ്ടമല്ല എന്ന് അമ്മമ്മ പറയേണ്ട പ്രയോഗം. ശരി മനസ്സിലാക്കി ഇഷ്ടമാണെന്ന് അങ്ങനല്ലേ. ഇനിയിപ്പോ ഞാൻ കുറച്ച് കൂടുതൽ സ്നേഹിക്കേണ്ടി വരും. അങ്ങനെയാ പറഞ്ഞോളെ. സുരേഷിന്റെ ആദ്യം കണ്ട സിനിമ ഓർമ്മയുണ്ടോ? സമയസന്ധ്യ. സായം സന്ധ്യ. നല്ല സിനിമ, ഇഷ്ടപ്പെടാൻ പറ്റിയ വേഷം. പക്ഷേ എന്നോട് പിന്നെ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, രാധികയുടെ അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് 2 മാസത്തിന് മുമ്പ് ആ വർഷം വിഷുവിനിറങ്ങിയ വടക്കൻ വീരഗാഥ, ആ ചിത്രം കണ്ടിട്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അച്ഛൻ തന്നെ സാധാരണ മിക്ക പടവും ഞാനും അച്ഛനും ഒരുമിച്ച് പോയി കാണും. അച്ഛന് ഇഷ്ടമുള്ള പടവും ഒക്കെ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഇത് അച്ഛൻ തന്നെയാ പോയത്. എന്നെ കൊണ്ടുപോയി ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. ഈ അടിപിടിയൊക്കെ കാണുമ്പോഴേ കണ്ണും പൊത്തിയിരിക്കും. അച്ഛാ തീർന്നു. ഞാൻ ചുമ്മാ അച്ഛൻ്റെ കൂടെ പോകുന്ന ഇത് കാണാം. എനിക്ക് തോന്നുന്നു ഈ ഒരു മതേളി നേച്ചർ എനിക്കുള്ളത്. പിന്നെ ഒന്ന് അമ്മയുടെ അടുത്തുള്ള അമിതമായ ഒരു അടുപ്പം, എല്ലാ അമ്മമാരെയും ഇഷ്ടം, സ്ത്രീകളെ മൊത്തത്തിൽ ഇഷ്ടം. ആ സ്ത്രീകൾ തന്നെ ഗർഭിണികളാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒരു ഗർഭിണി കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന, നമ്മൾ പറയത്തില്ലേ ഒരു ദിവസം നന്നായിട്ട് തുടങ്ങാൻ ചില കാഴ്ചകൾ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും നല്ല കാഴ്ച ഏതായിരിക്കും. ഈ 12 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഗർഭിണിയായിട്ട് അല്ലാതെ രാധികയെ കണ്ടിട്ടുണ്ടാവും വളരെ കുറച്ച് ദിവസമായിരിക്കും അല്ലേ? അത് സത്യം. 16 വർഷമായി. 16 വർഷം. 16 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഒരു റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 5 വർഷമായി. മാധവന് 5 വയസ്സായി അല്ലേ? അതായാലും കുഞ്ഞുങ്ങളെയൊക്കെ അത്ര ഇഷ്ടമല്ലേ സുരേഷിന്? താരാട്ട് പാട്ടുകളോട് അമിതമായ താല്പര്യം. രാധികയെ കൊണ്ട് സ്ഥിരം ഞാനും എൻ്റെ ലക്ഷ്മി മോളും ഒക്കെ പാടിപ്പിച്ചിരുന്ന പാട്ട് പാടിക്കൊടുക്കണം. കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുന്ന അമ്മമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഭർത്താവിനെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു ഭാര്യ ഞാൻ ആദ്യമായിട്ടായിരിക്കും. താരാട്ട് പാടി ഉറക്കിയിട്ടില്ല, എങ്കിലും താരാട്ട് പാടാറുണ്ടല്ലേ? നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നീലാവോ. നമുക്ക് അമ്മൂമ്മക്ക് ഇഷ്ടമുള്ള പദം കൂടെ ഒന്ന് പാടിക്കാറ്റില്ല? എനിക്കത് വലിയ ഇഷ്ടമൊക്കെ കേൾക്കണം. അതുകൊണ്ടാണ് ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടെ കൊണ്ട് പാടിക്കും. എന്തു ഞാനീഹ ചെയ്വോ അഴലിന്നാരോടു ചൊൽവോ എന്തു ഞാനീഹ ചെയ്വോ അഴലിന്നാരോടു ചൊൽവോ ഹന്തമൽ പ്രിയനിന്നു എന്നെ അകതാരിൽ മറന്നു ഹന്തമൽ പ്രിയനിന്നു എന്നെ അകതാരിൽ മറന്നു എന്തു ഞാനീഹ ചെയ്വോ. ആദ്യത്തെ ലൈൻ എനിക്ക് സമാധാനത്തിന്, രണ്ടാമത്തേത് അവൾക്ക്. സിനിമയിൽ കാണുന്ന ഈ ക്ഷോഭിക്കുന്ന നായകനെ
വീട്ടിൽ കാണാൻ പറ്റുമോ എപ്പോഴെങ്കിലും? വീട്ടിൽ ക്ഷോഭിക്കും? ആ വീട്ടില് ദേഷ്യപ്പെടും. അതെ, വീട്ടില് നല്ലോണം ദേഷ്യപ്പെടും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കും? അതിന് പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ വെറും സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. വെറും ചമ്മന്തിയും ചോറും ആണെങ്കിലും സന്തോഷമായിട്ട് ടേസ്റ്റ് വേണം എന്നുള്ളതേ ഉള്ളൂ. അച്ചാറുകളാണ് കൂടുതൽ ഇഷ്ടമല്ലേ സുരേഷിന്? എല്ലാ അച്ചാറും ഇഷ്ടമാണ്. നെല്ലിക്ക അച്ചാർ ഒഴിച്ച്. നെല്ലിക്ക അച്ചാർ ഇഷ്ടമല്ല? ഇല്ല, ഞാനതൊരു തട്ടിക്കൂട്ട് അച്ചാറെന്നാണ് പറയുന്നത്. വളരെ എളുപ്പമാണ്. കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് വേവിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും ഒക്കെ കൂട്ടിയിട്ട് ചുമ്മാ അച്ചാറെന്ന് പറഞ്ഞു തരും. അതെനിക്കിഷ്ടമല്ല. അത് ഈ ചെറുനാരങ്ങയൊക്കെ അങ്ങനെ തന്നെയാണ്, വെറുതെ ഒന്നുമല്ല. ചെറുനാരങ്ങയ്ക്കൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ വാട്ടിയെടുത്ത് പിന്നെ അതിനെ തുടച്ച് അതിൻ്റെ വേർപ്പെല്ലാം കളഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു എപ്പോഴും പിള്ളേരുമായിട്ട് അടികൂടുകയൊക്കെ ചെയ്യും അല്ലേ വീട്ടിൽ? പിള്ളേർക്ക് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ആരാ പിള്ളേരെന്ന് നമുക്ക് സംശയം വരും. അതുപോലെ കൊച്ചു പിള്ളേരുടെ അടുത്ത് ശരിക്കും സീരിയസ് ആയിട്ട് പടങ്ങും മക്കളുടെ അടുത്തൊക്കെ. നമ്മൾ തമാശയിൽ പറയില്ല ഞാൻ ഇനി മിണ്ടൂല മോനെ, ഇതങ്ങനെയല്ല, കാര്യമായിട്ട് പറയും ഞാൻ ശരിക്കും മിണ്ടൂല എന്നൊക്കെ പറയും. കരയോ വീട്ടിൽ? ഞാനത് വീട്ടിൽ കരയോന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് 2-3 തവണ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ കരഞ്ഞിട്ട്. കാര്യമില്ലാത്ത കാര്യത്തിനൊന്നും ആയിരിക്കില്ല. കാശ്മീരിൽ വെച്ച് പറഞ്ഞത് ഒരു കാര്യമില്ലാത്ത കാര്യം. അപ്പോൾ ഒരാൾ ഒരു കമന്റ് പറഞ്ഞു, അത് ഇഷ്ടമായില്ല, ഭയങ്കര കരച്ചിൽ പണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സുരേഷേ ആ കമന്റ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് അതിനൊരു കൗണ്ടർ പറഞ്ഞാൽ പോരെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അത് തനിക്ക് പറയാൻ പറ്റും, എന്നെ കൊണ്ട് അത് പറയാൻ പറ്റില്ല, എനിക്കത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യും. എനിക്ക് സരസ്വതി ഇല്ല. സുരേഷിൻ്റെ ജീവിതത്തിൽ പല വളരെ ക്രിട്ടിക്കലായ സമയത്തൊക്കെ സുരേഷിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു സുരേഷിൻ്റെ അച്ഛൻ. യുവത്വത്തിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ പറഞ്ഞ് സോൾവ് ചെയ്ത് തരും അല്ലേ. അപ്പോൾ ഒരു അമ്മൂമ്മയുടെ പ്രസൻസൊക്കെ ഒരുപാട് സുരേഷിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ അച്ഛനെയും കൂടെ ആ ഒരു ഇതിലേക്ക് ഒന്ന് വലിച്ചു കൊണ്ടുവന്നതുകൊണ്ട് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ഒരു ഉത്തരവാദിത്വമായിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ഇത് സേഫ് ഗാർഡ് ചെയ്യണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ അച്ഛനാണ് സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളത്. അച്ഛനാണ് എന്നെ സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അമ്മമ്മയുടെ കാര്യത്തിൽ എനിക്ക് അമ്മമ്മ ഒരു ഉത്തരവാദിത്വമായി മാറിയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. ആറന്മുള പൊന്നമ്മ എന്ന് പറയുന്ന മലയാള സിനിമ പ്രേമികളുടെ അല്ലെങ്കിൽ കേരളക്കരയുടെ പ്രിയപ്പെട്ട അമ്മമ്മയുടെ കൊച്ചുമകളെയാണ് ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭീമമായ ഉത്തരവാദിത്വമായിട്ട് കടന്നു കൂടിയിട്ടുണ്ട്. ആ അമ്മമ്മയുടെ ഒരു ജീവിതചര്യ, ജീവിത രീതി, അത് പകർന്നു കൊടുത്തിട്ടുള്ള സന്ദേശം, അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെനിക്കൊരു ബാധ്യത തന്നെയാണ്. എനിക്ക് കുറേ ധൈര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലല്ലോ. 2 മക്കളുണ്ടായി, 2 നല്ല പ്രായത്തിൽ പോയി, ഒരുപാട് ദുഃഖങ്ങളാണ്. അത് കുറച്ചൊക്കെ ധൈര്യത്തോടു കൂടി ഞാൻ ജീവിക്കുക. അതുപോലെ അവളും ഈ അമ്മൂമ്മയെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? ചെറുപ്പം മുതൽ കണ്ട് വളർന്നതും ഒക്കെ അമ്മൂമ്മയുടെ കൂടെ തന്നെ? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ 18 വയസ്സ് വരെ അമ്മൂമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറുന്നത് വരെ, ഓരോ കാര്യങ്ങളും നിസ്സാര ചെറിയ കാര്യങ്ങൾ വരെ അമ്മൂമ്മ, ചിലതൊക്കെ ചിലപ്പം നമ്മുടെ തെറ്റുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ടാവും. എന്നാലും അമ്മൂമ്മയുടെ കാര്യം സ്നേഹിതരൊക്കെ വന്നാലും ആരായാലും ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടെ അരികെ മരുവിന് ശത്രുക്കൾ എന്ന രാമായണത്തിലുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കുന്നവരെല്ലാം ബന്ധുക്കളാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞു പെരുമാറണം. പിന്നെ ഈ ധാരാളിത്വം കാണിക്കുക, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിലും ഇല്ലെന്ന് നിർണയം, അതാലോചിക്കണം. നമ്മൾ ഇഷ്ടമായിട്ട് ധാരാളം ചിലവാക്കുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും അവരൊക്കെ ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഒരു കഷ്ടകാലം വരുമ്പം അവരൊക്കെ തിരിഞ്ഞു പോകും. അങ്ങോട്ട് കയറണ്ട എന്ന് വെച്ച് പോക്കളയും. ഇല്ലെങ്കിൽ വരും, നല്ല കാലമാണെങ്കിൽ കയറും. അമ്മൂമ്മ ഇപ്പം ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു പേരക്കുട്ടിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഇതുപോലെ പകർന്നു കൊടുക്കാൻ ഇതുപോലെയുള്ള മുത്തശ്ശിമാരില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആ തലമുറ ഈ മുത്തശ്ശിമാരിൽ നിന്നും അവരുടെ ആശയവിനിമയത്തിൽ നിന്നും വളരെ അകന്നുപോയി, ദൂരെ പോയി എന്നതാണ് ഒരു പക്ഷേ ഡിവോഴ്സ് റേറ്റ് ഇങ്ങനെ കയറിപ്പോകാൻ അല്ലേ, അതിനൊക്കെ ഒരു കാരണം തീർച്ചയായിട്ടും അതായിരിക്കും. ചെറുപ്പം മുതലേ ഇത്ര ഉപദേശങ്ങളൊക്കെ നൽകി വളർത്തി വലുതാക്കി നല്ലൊരു പെൺകുട്ടിയായി ഒരു ഭാര്യയാക്കി സുരേഷിന് കൊടുത്ത അതിനുള്ള നന്ദിയായിട്ട് ഇപ്പോൾ സുരേഷിൻ്റെ അടുത്ത ആഗ്രഹം കേട്ടോ, എൻ്റെ മകളുടെ കുഞ്ഞിനെ കൂടി ഈ മുത്തശ്ശി ഉപദേശിച്ച് നന്നാക്കാനുള്ള ഒരു അവസ്ഥയിൽ മുത്തശ്ശി ഉണ്ടാവണേ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല കാര്യങ്ങളൊക്കെ.